കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങളൊക്കെ തന്നെ നിലനിൽക്കുമ്പോൾ അതിനെയൊക്കെ കാറ്റിൽ പറത്തി അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് നടത്തിയ ഒരു പരിഷ്കരണം അത് കയ്യോടെ പൊക്കി ഒടുവിൽ വേണ്ടെന്ന് വച്ചിരിക്കുകയാണ് പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ. ഇതിപ്പോൾ ആദ്യത്തെ സംഭവമല്ല, അദ്ദേഹം അധികാരമേറ്റെടുത്തതിന് പിന്നാലെ നടത്തുന്ന രണ്ടാമത്തെ വിഷയമായി തന്നെ നോക്കിക്കാണാവുന്നതാണ്. ഇതിനു മുൻപ് ആന്റണി രാജു നടത്തിയ സ്ഥലം മാറ്റം, സ്ഥാനക്കയറ്റം അങ്ങനെയുള്ള നീക്കങ്ങൾക്കൊക്കെ തന്നെ കടിഞ്ഞാണിട്ടുകൊണ്ടാണ് അദ്ദേഹം കയറിയത്. അതിന് പിന്നാലെയാണ് മറ്റൊരു തെറ്റുകൂടി തിരുത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ BS4 വാഹനങ്ങൾ, ഭാരത് സ്റ്റേജ് 4 എന്ന ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളുടെ പുകപരിശോധനാ കാലാവധി എന്ന് പറയുന്നത് 1 വർഷമാക്കി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് കേന്ദ്ര നിയമത്തെ മറികടന്ന് കാലാവധി 6 മാസമാക്കി കുറച്ചിരുന്നു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് അങ്ങനെ ഒരു തിരുത്തൽ നടത്തിയത്. പുകപരിശോധനാ കേന്ദ്രം നടത്തിപ്പുകാരുടെ നിവേദനം പരിഗണിച്ച് 2022 ഓഗസ്റ്റ് മാസത്തിലാണ് അന്നത്തെ മന്ത്രിയായിരുന്ന ആന്റണി രാജു നേരിട്ടിടപെട്ട് പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് കാലാവധി 6 മാസക്കാലത്തേക്ക് വെട്ടിച്ചുരുക്കിയത്. 1 വർഷം എന്നുള്ളത് 6 മാസക്കാലമാക്കി മാറ്റിയത് ചിലർക്ക് അഴിമതി നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള ആരോപണം ശക്തമായി തന്നെ അന്ന് ഉയർന്നിരുന്നു. വലിയ കോഴ ഇതിന് പിന്നിൽ വാങ്ങിയിട്ടുണ്ടെന്നുള്ള ആക്ഷേപവും പലരും ഉയർത്തിയിരുന്നു. എന്നാൽ അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിശദ വിവരങ്ങളോ വലിയ ചർച്ചകളിലേക്കോ ഒന്നും തന്നെ അന്ന് കടന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഗതാഗത മന്ത്രിയായി കെ വി ഗണേഷ് കുമാർ എത്തുമെന്ന് ഉറപ്പായതോടെ തന്നെ അതിനുള്ള തിരുത്തൽ നടപടിയും ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള ഉത്തരവാണ് ആകാൻ പോകുന്നത്. കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം BS4 വാഹനങ്ങളുടെ പുകപരിശോധനയ്ക്ക് 1 വർഷത്തെ സാധുതയുണ്ടെന്ന് ഗതാഗത സെക്രട്ടറി ബിജു പ്രഭാകറും ട്രാൻസ്പോർട്ട് കമ്മീഷണർ S ശ്രീജിത്തും അന്നേ റിപ്പോർട്ട് നൽകിയിരുന്നു. കാലാവധി കുറയ്ക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്നും ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇത് അവഗണിച്ചാണ് ആന്റണി രാജു തൻ്റേതായ രീതിയിൽ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയത്. പുകപരിശോധനാ കേന്ദ്ര നടത്തിപ്പുകാർ നൽകിയ നിവേദനം പരിഗണിച്ചുകൊണ്ടാണ് അന്ന് മന്ത്രി നടപടി നടത്തിയതെന്നാണ് വിവരാവകാശ നിയമപ്രകാരം ഗതാഗത വകുപ്പ് പുറത്തുവിട്ട രേഖകളിലൂടെ മനസ്സിലാക്കാൻ വായിച്ചെടുക്കാൻ കഴിഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് സർക്കാർ തീരുമാനം ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഒരു ഹർജി എത്തിയത്. BS4 ഇരുചക്ര മുച്ചക്ര വിഭാഗത്തിൽ സംസ്ഥാനത്ത് 5 ലക്ഷത്തോളം വാഹനങ്ങളുണ്ട്. ഈ 5 ലക്ഷം വാഹനങ്ങൾ 1 വർഷത്തിനിടയിൽ 1 തവണ നടത്തുന്ന പുകപരിശോധനയ്ക്ക് പകരം 2 തവണയായി പരിശോധന നടത്തേണ്ടി വരും. അതിലൂടെ ഉണ്ടാകുന്ന ഇരട്ടി ലാഭം അതുതന്നെ വളരെ വലുതാണ്. ഏകദേശം 5 കോടി രൂപയോളം പുകപരിശോധനയ്ക്കായി 100 രൂപ കണക്കിൽ കണക്കാക്കിയാൽ പോലും മാറ്റിവെക്കാനായി സാധിക്കും.